പടം ലാലേട്ടന്റെ ഒരു പിക്ചർ തന്നെ സന്ധ്യ വരച്ചു, അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഒരിക്കൽ. എന്നാലും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കാണാൻ പറ്റൂന്നൊക്കെ, പക്ഷെ കാണാൻ പറ്റി. ആണല്ലേ? സന്ധ്യ വരച്ചാണോ? സന്ധ്യക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ. ഒരു ചുമരിനുള്ളിൽ അല്ലെങ്കിൽ ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല എൻ്റെ ഈ ഒരു ജന്മം. എനിക്ക് ആഘോഷിക്കാൻ പോവുകയാണ് അല്ലേ സന്ധ്യ? സന്ധ്യയുടെ വാക്കുകളാണ് ഇതെല്ലാം. സന്ധ്യ നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. സന്ധ്യയുടെ വലിയൊരു സ്വപ്നമാണ് അല്ലെ, സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെ എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. കുറെ നാളുകളായിട്ട് സന്ധ്യ സ്വപ്നത്തിലേക്ക് എൻ്റെ ഒരു വാശിയായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാനായിട്ടൊരു വീട് വെക്കണം എന്നുള്ളത്. അതിന്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തി വന്ന് നിൽക്കുകയാണ്. അതിനെല്ലാം ആ ഒരു വീട് അങ്ങനെ ഇത്രയും ആയതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട് അല്ലേ? നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ശ്രീ ഷാലു. ഇത് നമ്മളെ അനിയത്തിയാണ് സന്ധ്യ. ഒരു വല്ലാത്ത ജീവിതമാണ്, അതിലൊക്കെ പുറമെ നല്ലൊരു കലാകാരിയാണ്. സന്ധ്യയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ഒന്ന് മാറ്റി അവൾക്ക് നല്ലൊരു വീട് വെക്കണം. അവളുടെ വീടിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് വന്ന് കണ്ടതാണ്. അദ്ദേഹത്തെ കുറിച്ച് അതെങ്ങനെയാണ് അദ്ദേഹം എത്തിയതും ആ ഒരു ഇതിലേക്ക് അതൊന്ന് പറയാമോ? ഷാലു ചേട്ടനെ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത് ചേച്ചിയാണ്, അതായത് അമ്മയുടെ കസിനാണ്. അപ്പോൾ ചേച്ചിയാണ് ഇതുപോലെ കോണ്ടാക്ട് ചെയ്തത്, കാരണം ആളുടെ വീഡിയോസ് നമ്മളും കാണുന്നതാണ്. അപ്പം ചേച്ചിയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പം ഷാലു ചേട്ടനും ഒരിക്കൽ ഇതുപോലെ ഇങ്ങനെ ചേച്ചിയുടെ കോണ്ടാക്റ്റിൻ്റെ ഇതിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ സിറ്റുവേഷനും എൻ്റെ ചുറ്റുപാടും എല്ലാം കണ്ടത്. അപ്പോൾ ആള് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നമുക്ക് ചെയ്യാം, വീട് ചെയ്യാം. അങ്ങനെയാണ് ഒരു വീഡിയോ എടുത്തിട്ടത്. പിന്നെ അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ സപ്പോർട്ടിനും ഷാലു ചേട്ടൻ ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞ്, അതുപോലും ഷാലു ചേട്ടൻ വഴിയാണ് നടന്നത്. അങ്ങനെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട് പാലുകാച്ച് കഴിഞ്ഞു, കുറച്ച് പണി കൂടി ഉണ്ട്, അതുവരെ സപ്പോർട്ടാണ് ആള്. സന്ധ്യക്കുട്ടിയെ കാണാനായിട്ട് ഞങ്ങള് എറണാകുളത്ത് നോടി ഇവിടെ കോവളത്ത് വന്ന് എത്തിയിരിക്കുകയാണ് സന്ധ്യനെ കാണാനായിട്ട്. സന്ധ്യയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? സുഖമായിട്ട് പോകുന്നു. ഇപ്പോൾ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലുകാച്ച് കഴിഞ്ഞു, അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പടം സന്ധ്യ. സന്ധ്യ. അപ്പൊ ഷനൽ പറഞ്ഞു ഇന്ന് അവിടെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു യാത്രയിലായിരിക്കും, ഞാൻ കാറിലാണ്, മദ്രാസിലാണ്. ഒരുപാട് സന്തോഷം. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോ കാണാം. എട്ടുകാലത്ത് വരുമ്പോ ഞാൻ കുറച്ചാള് ട്രാവലിലായിരുന്നു. അപ്പൊ മോള് എന്താ പറയാ, ഒരുപാട് ദൈവം ഈശ്വരൻ ഇങ്ങനെ ഒരു വലിയ കാര്യമല്ലേ തന്നിരിക്കുന്നത്. ഈശ്വരനോട് നന്ദി പറയാം. ഒരുപാട് പടങ്ങളായിരിക്കും. സദ്യക്ക് ഏറ്റവും ഇഷ്ടം ലാലേട്ടനെയായിരുന്നോ ആക്ടർ എന്നുള്ള രീതിയിൽ? ഞാൻ സിനിമ ഒത്തിരി കാണും, അപ്പം ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ ഒരു പിക്ചർ തന്നെ സന്ധ്യ വരച്ചു, അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഒരിക്കൽ അല്ലേ? അത് എവിടെ വെച്ച സന്ധ്യ? ഗോകുലം ഗ്രാൻഡിൽ വെച്ചിട്ടായിരുന്നു. എന്നായിരുന്നു കറക്റ്റ് ആയിട്ട്? ഓഗസ്റ്റ്, ഡേറ്റ് ഓർമ്മയില്ല, ഓഗസ്റ്റ് മാസത്തിലാണ് കണ്ടത്. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഇത്രയും വലിയൊരു നടനെ നമുക്ക് കാണാൻ പറ്റുന്ന ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ചേച്ചി അതിലൊരു ചേച്ചിയുണ്ട്, ഷീജ സാന്ദ്ര എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി പറഞ്ഞു ഇങ്ങനെ വരച്ച് വെക്ക്, നമുക്ക് ആള് നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന്. പക്ഷെ എങ്കിലും അന്നത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുമല്ലോ, അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ വന്ന് അങ്ങനെയാണ് കാണാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ നേരിട്ട് കാണാൻ എന്നാലും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കാണാൻ പറ്റൂന്നൊക്കെ, പക്ഷെ കാണാൻ പറ്റി. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പിക്ചർ വരച്ചു കൊടുത്തു. അതേപോലെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ പടം വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും സമ്മാനം കൊടുത്തു. അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഒരു സഹായം ഉണ്ടായിരുന്നു. എന്തൊക്കെയാ വിശേഷം? നമസ്തേ. നമസ്തേ. ആണല്ലേ? എന്താ പേര്? സന്ധ്യ. ഇതിന്റെ സ്പോൺസർ താങ്ക് യു സാർ. കാരണം വലിയൊരു സഹായമാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പുറത്തു പോയി. ചേച്ചിയാണ് എല്ലാ കാര്യത്തിനും കൊണ്ട് നടക്കുന്നതൊക്കെ. അത് അവള് വരച്ചതാണ്, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. സന്ധ്യ വരച്ചാണോ?
ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ വലിയ സന്തോഷം. എനിക്കും വലിയ സന്തോഷം സാറ് വന്നല്ലോ. സന്ധ്യക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ. ശരി മോളെ, ഓക്കെ. എല്ലാവിധ ആശംസകളും. നന്നായി വരട്ടെ. പൊതുവെ സന്ധ്യയുടെ ഫാമിലിയിലെ ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സന്ധ്യ പൊതുവെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെ സന്ധ്യക്ക് എന്ത് ആവശ്യങ്ങൾ വേണമെങ്കിലും സ്വന്തം വീട്ടുകാരോടും തന്നെ സന്ധ്യ ചോദിക്കാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നു. സന്ധ്യ അത് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വയം ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണോ അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് കൊണ്ടാണ് സന്ധ്യ സ്വന്തം വീട്ടുകാരോട് പോലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ മടിക്കുന്നത്? ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്നാലും കൂടുതൽ അമ്മയോടെ പറയൂ. അങ്ങനെ ഇപ്പൊ അനിയത്തിയുടെ അടുത്തായാലും ഒരു ഇത്രയും അത്യാവശ്യം ആവുമ്പോഴേ പറയാറുള്ളൂ. അമ്മയുടെ അടുത്താണ് എല്ലാം പറയുക അല്ലെ. സന്ധ്യയുടെ മുറിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ചുവരുകൾ ഫുൾ സന്ധ്യ വരയ്ക്കുന്ന ചിത്രങ്ങൾ പോലെ ചൂടുകൾ ഫുൾ സന്ധ്യക്ക് വേണ്ടിട്ട് അങ്ങനെ റെഡിയാക്കി തന്നിരിക്കുകയാണ്. സന്ധ്യ ഇത് ജന്മം മുതലേ ഇങ്ങനെയായിരുന്നു സന്ധ്യയുടെ അല്ലെ. അപ്പം സന്ധ്യ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇത് ജൈവം എനിക്ക് ഇങ്ങനെ തന്നു, പക്ഷെ ഇതിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ മനസ്സ് വിഷമിക്കാതെ ഞാൻ സന്തോഷിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എവിടെയൊക്കെ സന്തോഷം എന്താ പറയാ കണ്ടെത്താൻ ശ്രമിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളും കൂടിയാണ് സന്ധ്യ അല്ലേ. അപ്പോൾ തുടങ്ങിയ സമയത്ത് സന്ധ്യ വളർച്ചയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യ വരയ്ക്കാൻ തുടങ്ങിയതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ സന്ധ്യക്ക് ആദ്യം പറഞ്ഞു തന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തത് ആരായിരുന്നു സന്ധ്യക്ക്? അങ്ങനെ അമ്മ സപ്പോർട്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അറിയാലോ നമുക്ക് പുറത്തുനിന്ന് ഒത്തിരി പേരുടെ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്കും ഫസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. പിന്നെ സക്ഷമ അങ്ങനെയുള്ള ട്രസ്റ്റിലൊക്കെ അമ്മ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അതിൽ എന്നെപ്പോലെ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഇങ്ങനെ എന്നുള്ള സങ്കടമൊക്കെ മാറി. പിന്നെ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ തനിയെ തന്നെ ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രാക്ടീസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം സ്വന്തമായിട്ട് ഇപ്പൊ കയ്യിൽ ഓരോന്ന് പിടിക്കാനായാലും പെൻസിലായാലും ഗ്ലാസ് ആയാലും എന്ത് പിടിക്കാനായാലും ഓരോന്ന് തനിയെ തന്നെയാണ് ഒരുവിധം ആയത്. പിന്നെ കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം അമ്മയായിരുന്നു. അങ്ങനെ എല്ലാ സപ്പോർട്ടും അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരാളുടെ സപ്പോർട്ടില് ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ അങ്ങ് ഇത്രയും ആയി. അമ്മയുടെ പേര്? അമ്മയുടെ പേര് രേഖ. സന്ധ്യക്ക് ഒരു സിസ്റ്ററും കൂടെയുണ്ട്. അനിയത്തിയുടെ പേരോ? അനിയത്തിയുടെ പേര് അഗിത. എന്ത് ചെയ്യുന്നു ഇപ്പൊ അനിയത്തി? ആളിപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം അതൊരു സന്തോഷമാണ്. അപ്പോ അനിയത്തിയും ഇത്തരത്തിലുള്ള പടം വരയ്ക്കാനൊക്കെ താല്പര്യമുണ്ടോ? ആളിന് ഡാൻസ് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. എന്റെ കൂടെ വന്ന് ഞാൻ ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. എനിക്ക് സുനു എന്ന് പറഞ്ഞ സാറാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആളുടെ കൂടെ സാറിന്റെ ക്ലാസ്സിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളിന് ഡാൻസ് ആണ് ഇഷ്ടം. സന്ധ്യ ആദ്യം വരച്ച പെൻസിൽ ഡ്രോയിങ് അല്ലേ ആദ്യം തന്നെ തുടങ്ങിയതല്ല? അപ്പൊ അത് തുടങ്ങിയപ്പം അത് ടീച്ചറാണോ ആരാണ് ഈ പെൻസിൽ വെച്ച് തന്നെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെയില്ല. ഏത് പ്രായത്തിലാണ് വരച്ചു തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഒരു 2ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ തന്നെ എഴുതുമായിരുന്നു. കൈ വെച്ചിട്ട് LKG മുതൽ അങ്ങനെ എഴുതി വരുമായിരുന്നു. വരയ്ക്കാൻ തുടങ്ങിയത് 2-3 ആയപ്പോ തന്നെ വരച്ചു തുടങ്ങി. ഇപ്പൊ എഴുതാന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തെ നോട്ട്സ് എഴുതുന്നതൊക്കെ ബാക്കി ഒരു കുട്ടി എഴുതുന്ന അതേ സ്പീഡിൽ തന്നെ സന്ധ്യക്ക് ഇപ്പൊ എഴുതാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഓരോ ടൈം അതായത് ചില ടൈം നല്ല സ്പീഡൊക്കെ ആയിട്ട് എഴുതാൻ പറ്റും. അത്യാവശ്യം സ്പീഡുണ്ട്, സ്പീഡിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ടീച്ചർ നോട്ട് പറയുമ്പം ഒരുവിധം അതുപോലെ തന്നെ ആ ഒരു സ്പീഡിൽ തന്നെ എഴുതാൻ എനിക്ക് വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വരയ്ക്കാനായിട്ട് സന്ധ്യ ശ്രമിക്കാറുണ്ട്? ഒരുവിധം ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കൂടുതലും പോർട്രേറ്റ് അതാണ് കൂടുതലും എനിക്ക് ഇഷ്ടം. അപ്പൊ അതാണ് കൂടുതൽ ചെയ്യുന്നത്. നമുക്കെല്ലാം ഫ്രെയിം ചെയ്യണ്ടേ? അതെ, എക്സിബിഷൻ നടത്തണ്ടേ? ഇതെല്ലാം. സന്ധ്യ പഠിത്തം എവിടെ വരെയായി? ഞാൻ ഇപ്പൊ +2 പഠിച്ചോണ്ടിരിക്കുകയാണ്. +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഉള്ളതൊക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു. ഇനി 3 കൂടി ഉണ്ട്. അതുകൊണ്ട് അത് കഴിയും. അപ്പൊ സങ്കടവും ഉണ്ട്, എന്നാ സന്തോഷവും ഉണ്ട്. കഴിയുന്നുണ്ടല്ലോ. സങ്കടം ഇപ്പം പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയാലും കൂട്ടുകാരായാലും അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡെയിലി പോവായിരുന്നു? ഡെയിലി പോവായിരുന്നു. ദൂരം അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഡെയിലി പോവുമായിരുന്നു. കാരണം കൂട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരാണ് എന്നെ എടുക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കുന്നതൊക്കെ. അപ്പം ആ ഒരു അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ എന്ന് പോവാനും ഇഷ്ടമാണ്. അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെയുള്ള ഒരു ജീവിതം, സന്തോഷം, അതെല്ലാം
ഒന്നും മിസ് ചെയ്തിട്ടില്ല, എല്ലാം എൻജോയ് ആ ചെയ്തിട്ടുണ്ട്. അതെ എന്നുവെച്ചാൽ ഇതുവരെയും അങ്ങനെ വല്ലപ്പോഴും പോവില്ല, എല്ലാ ദിവസവും പോവും. പോവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും പോവും. പോവായിരുന്നു. കാരണം അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് എന്നും പോകാനൊരു തോന്നുന്നത്. തീർച്ചയായും. നല്ല സപ്പോർട്ടാണ് അവര്. ഓക്കെ. അത് അപ്പൊ ഇപ്പൊ എക്സാം എഴുതുമ്പോ എങ്ങനെ സന്ധ്യ തന്നെ ഞാൻ എഴുതുക? തന്നെയാണ് എഴുതുന്നത്. എന്നുവെച്ചാൽ എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് തന്നെ എഴുതണം എന്ന്. ഇപ്പം 10ാം ക്ലാസ്സിൽ അത് നടന്നില്ല, പ്ലസ് 1 പ്ലസ് 2 ഇപ്പൊ ഞാൻ തന്നെയാണ് അത് എഴുതുന്നത്. വളരെ നല്ല വാശിയുള്ള ഒരു കുട്ടിയാണ് സന്ധ്യ. അതായത് എനിക്ക് മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ മാക്സിമം ട്രൈ ചെയ്ത്. അതാണ് 10th ബോർഡ് എക്സാം എഴുതാൻ പറ്റാതിരുന്ന സന്ധ്യ. അന്ന് ഉറപ്പ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും 12th ബോർഡ് എക്സാം അത് ഞാൻ തന്നെ എഴുതുമെന്നുള്ളത്, അല്ലെ? ആ ഒരു വാശി 2 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്ത് ഇതേപോലെ അതേ സെയിം സ്പീഡും അല്ല ടൈമിംഗ് ഒക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് എക്സ്ട്രാ ടൈം തരും, കുറച്ചും കൂടെ സമയം തരും, ഒരു എക്സ്ട്രാ ടൈം തരും. എന്നാലും മാക്സിമം അതൊന്നും എടുക്കാറില്ല. ആ ടൈമിനുള്ളിൽ തന്നെ എഴുതി തീർക്കാറുണ്ട്. ചില ടൈമിൽ മാത്രം അത് നടക്കാറില്ല. ഇതുപോലെ വാശിയോടെ സന്ധ്യ നേടിയെടുത്തത് വേറെ എന്തൊക്കെയാ? നല്ല വാശിയോടെ അങ്ങനെ ആഗ്രഹിച്ചത് ഒരു വീട് തന്നെയായിരുന്നു. അതിപ്പോ നടന്നു. പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനല്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് അത് എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം പിന്നെ അമ്മയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റില്ലായിരുന്നു. അപ്പൊ ചേച്ചി ഒരാൾ ഇതുപോലെ വന്നിട്ട്, അമ്മയുടെ കസിനാണ് ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ചേച്ചി തന്നെയാണ് സപ്പോർട്ട്. എന്നുവെച്ചാൽ അതിന് മുമ്പേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണം എന്ന്. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ രണ്ടു നട്ടമൊക്കെ നോക്കിയപ്പോ എന്നെ കൊണ്ട് നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ചേച്ചിയുടെ ഒരു സപ്പോർട്ടിൽ ഇപ്പം യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ട്. അതിൽ ഒത്തിരി പേരുടെ സപ്പോർട്ടും ഇന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആഗ്രഹിച്ചതും അതാണ്, ഒത്തിരി പേരുടെ സപ്പോർട്ടും. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വെച്ചാൽ എനിക്കങ്ങനെ ഒതുങ്ങി പോണത് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അങ്ങനെയല്ല. എൻ്റെ അമ്മ എല്ലായിടവും കൊണ്ടൊക്കെ പോവും, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പാലിനും എല്ലായിടവും കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരി പേര് അറിയാൻ തുടങ്ങി, ഒത്തിരി പേര് കാണാൻ തുടങ്ങി, ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അത് നമ്മുടെ ചാനലല്ലേ കാരണം അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വലിയ സന്തോഷം. എത്രയോ പേർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കാര്യം. സന്ധ്യനെ പോലെ ഇതേപോലെയുള്ള എത്രയോ പേരുണ്ടല്ലേ. അപ്പൊ ചില ആൾക്കാരൊക്കെ മനസ്സ് വിഷമിച്ച് അങ്ങനെ തന്നെ ഒതുങ്ങിക്കൂടും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങ് ഒതുങ്ങിക്കൂടുന്നിടത്ത് ഇല്ല, മുന്നോട്ട് വരൂ, നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും എന്ന് സന്ധ്യനെ പോലെ എത്രയോ പേരാണ് മുന്നോട്ട് വന്ന് ഓരോ കാര്യങ്ങളും. ഇപ്പം ഒത്തിരി പേര് നേരത്തെ പോലെയല്ല, ഇപ്പൊ ഒത്തിരി പേര് വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അതുപോലെ അവർക്ക് സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പം. നെഗറ്റീവ് വരും, അതിന് ഇരട്ടി പോസിറ്റീവാണ് ഇപ്പൊ വരുന്നത്. നെഗറ്റീവ് വന്നിരുന്നോ? ഒരു ടൈമിൽ വന്നിട്ട് അങ്ങനെ ഒത്തിരി പേരൊന്നല്ല, ഒരാൾ അങ്ങനെ വന്നിട്ട്. പക്ഷെ അതങ്ങ് ഞങ്ങൾ വിട്ടു. അതിന് ഇരട്ടിക്ക് അതിനേക്കാളും സപ്പോർട്ടായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇനി എന്താണ് സന്ധ്യയുടെ മുന്നിൽ കാണുന്ന ആഗ്രഹം? ഇപ്പൊ +2 എക്സാം ഇനി ഇപ്പൊ തീരാറായി, 1-2 പേപ്പറും കൂടി അല്ലേ ഉള്ളൂ? 3 കൂടി ഉള്ളൂ. ഏതാ എടുത്തിരിക്കുന്ന സ്ട്രീം? ഞാൻ കൊമേഴ്സ് ആണ്. അപ്പൊ ഇനി എന്താ മുന്നോട്ട് കാണുന്നത്? ഇനി മുന്നോട്ട് ഞാൻ ഈ +2ന്റെ കൂടെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ഒരു വർഷത്തെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്കൂളിന്റെ ഇത് വെച്ചിട്ട് തന്നെ. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഇനി അതുപോലെ എന്തെങ്കിലും IT ഫീൽഡിൽ അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. ഡിസൈനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിസൈനിങ്ങിന് എന്തേരെ ഇപ്പം സ്കോപ്പാണോ ഉള്ളത്? ആനിമേഷനും ഇതിലൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതിന്റെ മുന്നോട്ട് ഇനി പഠിക്കാനായിട്ടും ഒക്കെ താല്പര്യമുണ്ട്. അതാണ് താല്പര്യം കൂടുതൽ ആണല്ലേ. ഈ വരയും അങ്ങനെ ഇതിലേതെങ്കിലും ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ഏതാണ് നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് അതെല്ലാം ഡിസൈഡ് ചെയ്യണം. എന്തായാലും പഠിത്തത്തിനകത്ത് ഒരു ബ്രേക്ക് വരുത്താനോ ഒന്നും സന്ധ്യ ആഗ്രഹിക്കുന്ന പോലും ഇല്ല. എന്നുവെച്ചാൽ ഒരു ബ്രേക്ക് വരുത്താതിരിക്കാനാണ് ഇച്ചിരി ദൂരത്താണെങ്കിലും ഇപ്പം ഉള്ള സ്കൂളിൽ പോകുന്നത് തന്നെ. എനിക്ക് അത് ഇഷ്ടമല്ല. എൻ്റെ ഒരു വർഷം പോലും കളയാൻ എനിക്ക് സമ്മതമല്ല. സന്ധ്യ എന്നിരുന്നാൽ പോലും സന്ധ്യനെ പോലത്തെ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അല്ലാതിരിക്കുമ്പോഴോ പല പല കാരണങ്ങൾ വരാൻ ചിലർ കാത്തിരിക്കും അല്ലേ, മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരോട് എന്താ സന്ധ്യയുടെ ലൈഫിൽ നിന്നൊരു മെസ്സേജ് പറയാനുള്ളത്? ഇപ്പം എൻ്റെ കാര്യത്തിലായാൽ പോലും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് എനിക്കത് പറയാനില്ല, എന്നാലും ഞാൻ പറയാണ്. ഒത്തിരി തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ മാറ്റിയതാണ്. കാരണം എനിക്ക് തന്നെ അറിയാം, ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഇപ്പം എങ്കിൽ ഒരു റൂമിൽ ഞാനും കുറച്ച് ചിത്രങ്ങളും അങ്ങനെ ആയി പോകത്തുള്ളായിരുന്നു. കൂട്ടത്തിൽ അമ്മയും കാണും, ഫാമിലി കാണും. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ എല്ലാവരും അറിയപ്പെടണം,
കാരണം അപ്പം എന്നിട്ടും എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ചെറിയ പേടിയുണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും എന്തെങ്കിലും പറയുമോ ആരെങ്കിലും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പേടിച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ സപ്പോർട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും ഒരു തടസ്സമല്ല എന്ന് എനിക്ക് അതിലാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്നാൽ നമ്മൾ നിന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും ഇപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു തടസ്സം വന്നാൽ അതുപോലെ തന്നെ ആ ഒരു തടസ്സം മാറും. അത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ നടക്കും. അത് എൻ്റെ ഒരു ലൈഫിൽ എനിക്കത് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാപ്പി ആവാനുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പം സന്തോഷത്തോടെ ഇരിക്കുക, മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് വളരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ പോവുക അല്ലേ? അപ്പോൾ സന്ധ്യയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സന്ധ്യ ആഗ്രഹിക്കുന്ന പോലെ ഇനി ഞാൻ സന്ധ്യനെ കാണുമ്പോഴത്തേക്ക് സന്ധ്യയുടെ പടങ്ങളാൽ ഫ്രെയിമൊക്കെ ചെയ്ത് നല്ലൊരു എക്സിബിഷനും അതുപോലെ നല്ല രീതിയിൽ സന്ധ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.